ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ആകൃഷ്ടരായിരിക്കുന്നത്, കൂടാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ ഇത്രയധികം സ്നേഹിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഇത് കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്തുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നത്. അവരെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നത്. എന്തൊക്കെയാണ് നിങ്ങളിൽ അവർ കണ്ടിരിക്കുന്ന ആ ഒരു ക്വാളിറ്റീസ്, നിങ്ങൾ ഇഷ്ടപ്പെടാനായിട്ട് അവർ കണ്ടിരിക്കുന്ന ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. ഓക്കെ, മാസ്റ്റർ കാർഡ് നോക്കാം. ഡെത്ത് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആകെ തകർന്ന് ഒരു തരിപ്പണമായിരിക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഒരു മുഖംമൂടിയൊക്കെയാണ് നടന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട്, ഭയങ്കര ചൊക്കറ്റീവായിട്ട്, ഭയങ്കര നല്ല അടിച്ചു പൊളിച്ച് നടക്കുന്നു എന്ന രീതിയിൽ പുറത്തു കാണിക്കുകയും അതോടൊപ്പം തന്നെ മനസ്സിൽ ഒത്തിരി വിഷമങ്ങൾ ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി. അതായത് നിങ്ങൾക്കൊരു കൈത്താങ് വേണം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് നല്ല രീതിയിൽ ആഗ്രഹിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥകളെല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക് വന്നൊരു പേഴ്സൺ. പലപ്പോഴും നിങ്ങളെ ജീവിക്കാനായിട്ട്, മുന്നോട്ട് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു മോട്ടിവേഷൻസ് ഒക്കെ നൽകാൻ, അല്ലെങ്കിൽ തുടർന്ന് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയും അതുപോലെ തന്നെ പല സപ്പോർട്ടുകൾ തരികയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് ഈ ഒരു പേഴ്സണെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ശ്രമം സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ആ ഒരു രീതിയിലെ മോട്ടിവേഷൻസിലൊക്കെ പോയിട്ട് നിങ്ങൾ തളർന്നിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ചിന്തിക്കുവാനും സെൽഫ് ലവ് ചെയ്യുവാനും മുന്നോട്ട് നല്ല രീതിയിൽ പോയ ഒരു സക്സസിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മാറ്റാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ മറക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും മറക്കാനായിട്ട് സാധിച്ചു നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇവരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെയാണ് ആ ഒരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരു സമയത്ത് നിങ്ങളെ ഒത്തിരിയധികം വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വേദന ഇപ്പോൾ നിങ്ങൾ മറന്നേ പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരെ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതെൻ്റെ ഒരു പാസ്റ്റ് മാത്രമാണ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു വേദനയെ അല്ലെങ്കിൽ മറക്കാൻ കഴിയാതിരുന്ന ആ ഒരു വിഷമത്തെ ഇറ്റ്സ് ഓക്കെ എന്ന രീതിയിൽ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോഴുണ്ട്. അങ്ങനെ ഇവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള എനർജീസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്, വളരെ പോസിറ്റീവ് എനർജീസ്. അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ച്
എപ്പോഴും നിങ്ങൾ ചിന്തിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എപ്പോഴും അവരെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു നെഗറ്റിവിറ്റിയൊക്കെ കൊണ്ടുപോയിട്ട് അത് അവരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു നെഗറ്റിവിറ്റി ഒക്കെ എടുത്ത് പോസിറ്റിവിറ്റിയിലേക്ക് തിരിച്ചുവിടാനായിട്ട് ഈ ഒരു പേഴ്സണ് പ്രത്യേകം ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പല കാര്യങ്ങളിലും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ കരഞ്ഞിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു വൈബിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് പല സന്ദർഭങ്ങളിലും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു പേഴ്സൺ വന്ന സമയത്തായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കറേജ് ഉണ്ട്, ഞാൻ ഇത്ര സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് മെന്റൽ പവർ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളൊക്കെ കണ്ടുപിടിച്ചത് ഈ ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ലൈഫിൽ എന്താണ് ഞാൻ ഇനി മുന്നോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജീവിതം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയത് ഈ ഒരു വ്യക്തി വന്നതിന് ശേഷമായിരിക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഈ ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഒത്തിരി സന്തോഷങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒത്തിരി സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ കുറച്ചുകൂടി ഒരു യങ് ആക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ വളരെ മനോഹരമായി ചിരിക്കുന്നുണ്ടാകാം, മറ്റു വ്യക്തികളുടെ അടുത്ത് വളരെ ആധികാരികമായിട്ടും പ്ലസന്റ് ആയിട്ടും സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം മാത്രമാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾ നോക്കുമ്പോൾ, നിങ്ങളുടെ ഒരു കൊളീഗ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ഒക്കെ നോക്കുമ്പോൾ, നിങ്ങൾ ഇത്രയും നാൾ വളരെ ഗ്ലൂമി ആയിട്ടിരുന്ന, അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് രീതിയിൽ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു, ഇപ്പൊ നല്ല പ്ലസന്റ് ആയിട്ട് സംസാരിക്കുന്നു, വളരെ യങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, വളരെ പോസിറ്റിവിറ്റി ഉണ്ട്, എനർജറ്റിക് ആണ്. അപ്പൊ അവര് ചില 1-2 പേരൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും, എന്താണ് നിങ്ങൾക്ക് വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ, എന്താണിത് എന്ന് നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് ചോദിച്ചിട്ടും ഉണ്ടാകാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയല്ല, നിങ്ങളുടെ ഒരു സന്തോഷത്തെ തന്നെയാണ് നിങ്ങൾ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സന്തോഷത്തെയാണ് തേടുന്നത് ഈ ഒരു വ്യക്തിയിലൂടെ. പിന്നെ നിങ്ങളുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇവരെ നിങ്ങളിലേക്ക് ആകൃഷ്ടരായത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ മാന്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ സംസാരിക്കാനായിട്ടുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംസാരത്തിനെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വേ ഓഫ് ടോക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളോടൊരു സ്നേഹത്തിനും ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നതിന് മുന്നേ അവർക്ക് നിങ്ങളോടൊരു റെസ്പെക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു റെസ്പെക്റ്റിൽ നിന്നാണ് പിന്നീട് ഒരു സ്നേഹത്തിലേക്ക് അത് പോകുന്നത്. അതായത് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ തന്നെ ഇട്ടിട്ട് പോകില്ല എന്ന് ഈ വ്യക്തിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങളെ കുറിച്ച്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെയാണ് ഈ ഒരു വ്യക്തി ഇനി ലൈഫ് പാർട്ട്ണറായിട്ട് മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പേഴ്സണായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നതും ഇപ്പോൾ. അപ്പം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരുടെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങളോട് ഫുൾ ആയിട്ടൊന്നും ഷെയർ ചെയ്തിട്ടില്ല. ഒരു ലൈറ്റ് ആയിട്ട് രീതിയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു കാര്യം. പിന്നെ നിങ്ങളുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന, അത് അവർക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ. പിന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ അവരൊട്ടും റിച്ച് അല്ല എന്നാണ് കാണുന്നത്. ഒരു നല്ലൊരു കേൾവിക്കാരനാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ നല്ല ആര് പറഞ്ഞാലും അവരത് കേൾക്കും. അവരൊത്തിരി കാര്യങ്ങൾ അങ്ങനെ തിരിച്ച് സംസാരിച്ചില്ലെങ്കിലും അവരത് കേൾക്കും, നല്ല കേട്ട് അതിനോടുകൂടി ഭയങ്കര ഇതായിട്ട് നിങ്ങളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും ഒക്കെ ചെയ്യും. എന്ന് പറഞ്ഞിട്ട് പറയുന്നതെല്ലാം കേട്ട് അത് സമ്മതിക്കുന്ന ആളാണ്. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ നിന്ന് അവർ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. കുറച്ചൊരു നിലപാടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ തൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടെങ്കിലും അതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് മുഴുവനായിട്ടും ആരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നിങ്ങളോടും ഇവർ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മൊത്തമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരൊരിക്കലും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് തോന്നുന്നത്. കാരണം നിങ്ങളോട് ഈ വ്യക്തി ഇവരുടെ വിഷമങ്ങളൊന്നും തന്നെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവർ ഭയങ്കര ഹാപ്പിയാണ് എന്ന രീതിയിലാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കാണുന്ന എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നിങ്ങളുടെയും ഇവരുടെയും ലൈഫിൽ
വലിയ ഒരു ചലഞ്ച് വരാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻസ് എല്ലാം എൻഡ് ആയതിനു ശേഷം കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി പുതിയൊന്നിൻ്റെ ഒരു തുടക്കം വരും എന്നുള്ള തരത്തിലുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വെരി സ്ട്രോങ് ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും ഒരു മാനിപ്പുലേറ്റ് ആയി പോകുമെന്നോ കൺഫ്യൂസ്ഡ് ആയി പോകുമെന്നോ ഒന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഉറച്ച തീരുമാനമുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തന്നെ തന്നിൽ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 100% സത്യസന്ധതയോടുകൂടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരു പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും അവർ അത്തരത്തിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നമുക്കൊരു ഡയറക്റ്റ് മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് നമുക്കിത് വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളെ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരാളായിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ ശബ്ദം ഇവർക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു ശൈലി, എടുപ്പ്, നടുപ്പ്, അതുപോലെ നിങ്ങളുടെ ക്യൂട്ട്നെസ്, സെൻസ് ഓഫ് ഹ്യൂമർ, ഇതൊക്കെ അവർ ഒത്തിരി ഇഷ്ടപ്പെടുന്നു എന്നാണ് കാണുന്നത്. അതാണ് അവരെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ആകർഷിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഇംപ്രഷൻ വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെ ഫസ്റ്റ് അവർ കണ്ട ആ ഒരു ഇത് തൊട്ട് അവർക്ക് ആ ഒരു ടൈമിലാണ് നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹം തോന്നിയത്, അല്ലെങ്കിൽ ഒരു ക്രഷ് തോന്നിയത്. ആ സമയത്ത് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ഫസ്റ്റ് കണ്ടപ്പോൾ തൊട്ടേ ആ ഒരു വ്യക്തി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളായിട്ട് ഈ വ്യക്തിയുടെ അടുത്തേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങളിനി അവരുടെ അടുത്തേക്ക് ചെല്ലില്ല, അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ചെയ്യില്ല, ഒരു പ്രപ്പോസൽ എനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് അവർ തന്നെ ഒരു പരാജയം സമ്മതിച്ച് നിങ്ങളിലേക്ക് വന്ന് ഒരു പ്രപ്പോസൽ തന്നിട്ടുണ്ടായിരിക്കാം എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കൂടെ ഒത്തിരി സമയം ചിലവഴിക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ കൂടെ ഇരിക്കാനും എല്ലാ കാര്യങ്ങളും ഒത്തിരി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കാനായിട്ട് ഇവർ ഇഷ്ടപ്പെടുന്നു എന്ന് കാണുന്നത്. സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്ട് ആകാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് നല്ലൊരു ഡയറക്ഷനിലേക്ക് പോകണം, നല്ലൊരു പുതിയ തുടക്കത്തിലേക്ക് പോകണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പുറമെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് എടുത്തിയാടി തറതല പറയുകയും അതുപോലെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് നമുക്കിവിടെ കിട്ടുന്ന എനർജി. അപ്പൊ ഈ ഒരു പേഴ്സണും ആ ഒരു കാര്യം അറിയാം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവർ ഇഷ്ടപ്പെടുന്നു ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും വളരെ സെൻസിറ്റീവായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന എടുത്തുചാട്ടമുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ ഇവർക്ക് അറിയാം. പക്ഷെ ഈ ഒരു പുറമേയുള്ള ഒരു ചാട്ടം മാത്രമേ, എടുത്തുചാട്ടം മാത്രമേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വളരെ നീറ്റാണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുകയാണ് നിങ്ങളെക്കുറിച്ച്. അതുകൊണ്ടാണ് ഇവർക്ക് വളരെയധികം നിങ്ങളോടൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടേതായ അക്സസറീസ്, അതായത് ബാഗ്, ക്ലിപ്സ്, ഡ്രസ്സ്, ജുവലേഴ്സ്, അങ്ങനെയുള്ള നിങ്ങളെ ഒരു ഫാഷൻ, നിങ്ങൾ ഏത് തരത്തിലുള്ള വേ ഓഫ് ഡ്രസ്സിങ്, ഇതൊക്കെ ഇവർക്ക് കാണാനായിട്ട് ഒത്തിരി താല്പര്യം ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇതിലൊക്കെ ഇവർ വളരെയധികം അട്രാക്റ്റഡ് ആണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കത് വീണ്ടും വീണ്ടും കാണാനായിട്ട് ആഗ്രഹം തോന്നും, അല്ലെങ്കിൽ അവരതിൽ ഇംപ്രസ്ഡ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഓരോ സാധനങ്ങളിലും അവർ ഇംപ്രസ്ഡ് ആണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കളേഴ്സ്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു കളറുകൾ, അതൊക്കെ ഇവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജീസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ വളരെ സിമ്പിൾ ആണ്, പക്ഷെ നല്ല ഭംഗിയാണ് എന്ന് അവർ ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച്. അതൊക്കെയാണ് അവരെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അറ്റാച്ച് ചെയ്ത് ആകർഷിച്ച് നിർത്തുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി തന്നാലും, എന്ത് കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിയാലും നിങ്ങളുടെ ഒരു 100% നിങ്ങൾ ആ ഒരു ഇതിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അവർക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങളുടെ പേഴ്സണും ഒരു കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾ പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിന്ന പല കാര്യങ്ങളും പഠിച്ച്, നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പാസ്റ്റിലെ റിലേഷൻഷിപ്പിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പ്രസന്റ് റിലേഷൻഷിപ്പിൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനും അങ്ങനെ നോ പറയാനുമുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ ഈ പ്രസന്റിലെ പേഴ്സണുമായിട്ട് നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്തതുകൊണ്ട് അവർക്ക് നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്.
പിന്നെ ഒരു ചാൽഡിഷ് ആയിട്ടുള്ള കുട്ടികളുടെ സ്വഭാവവും ചില സമയങ്ങളിൽ നിങ്ങൾ കാണിക്കാറുണ്ട്. അത് ചില സമയങ്ങളിലൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണെങ്കിലും ചില സമയങ്ങളിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ഡീപ്പ് റൂട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനി ഒരു ഫ്യൂച്ചറിലേക്ക് വരാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ടൈം പാസ് റിലേഷൻഷിപ്പായിട്ട് കാണാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. ഫിസിക്കലി വളരെയധികം അറ്റാച്ച്ഡ് ആണ് നിങ്ങൾ, വളരെയധികം ജെന്യൂൻ ആണ് രണ്ടുപേരും. പല ഓപ്ഷൻസ് നിങ്ങൾക്കുമുണ്ട് അവർക്കുമുണ്ട്. പക്ഷെ അവർക്കും ഇപ്പൊ നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നില്ല, പക്ഷെ അവർക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളെ വിട്ട് പോകാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല. സ്ട്രഗിൾ ചെയ്യുന്ന പീരിയഡ്സിൽ രണ്ടുപേരും ഒരുമിച്ച് കണ്ടുമുട്ടി അങ്ങനെ വന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ സ്ട്രഗിളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഇമോഷൻസും എല്ലാം മനസ്സിലാക്കാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒത്തിരി ഉയരങ്ങളിൽ എത്തണമെന്നുള്ള ഒരു ചിന്ത ഈ ഒരു പേഴ്സൺ ഉണ്ട്. കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവും ശേഷിയും ഉണ്ട്. നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ കരിയറിലായിക്കോട്ടെ മറ്റെന്ത് കാര്യങ്ങളിലായിക്കോട്ടെ നല്ല രീതിയിൽ തിളങ്ങാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഈ ഒരു പേഴ്സൺ നന്നായിട്ട് അറിയാം. അപ്പൊ അതിനൊരു അവസരങ്ങൾ നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു എന്നുള്ള കാര്യവും ഈ വ്യക്തിക്ക് അറിയാം. നിങ്ങൾ നല്ല ഉയരങ്ങളിൽ എത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെ അവരുടെ ജീവിതത്തിൽ അവര് കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോയേനെ എന്ന് വരെ അവര് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്ന എനർജീസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജീസ്. പക്ഷെ ഇവിടെ നമുക്ക് പാസ്റ്റ് ലൈഫിലെ കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഒരു റീഡിങ്ങിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത്. ആ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കുറേ വിഷമ കാര്യങ്ങൾ ഈ ഒരു റീഡിങ്ങിലും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഇതിനകത്ത് നമുക്കിനി പറയേണ്ടതായിട്ട് അത് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് പറയേണ്ട യാതൊരു കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയാതെ. ഇപ്പൊ പ്രസന്റ്ലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ആകൃഷ്ടരായിരിക്കുന്നത് എന്ത് കാര്യത്തിനാണ് എന്നാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ റീഡിംഗ് അങ്ങ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ്? Soul messages from your person. Soul messages from your person. Okay. Soul messages from your person. Soul messages from your person. Okay. First message നോക്കാം. You make me feel like I can get through anything as long as I have you. നിങ്ങൾ കൂടെയുള്ള സമയങ്ങളിൽ എന്ത് കാര്യവും നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുമെന്ന ഒരു ഫീലിങ്സ് അവർക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുന്നുണ്ട്, ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഐ സ്റ്റിൽ ഫോൾ ഫോർ യു എവറി സിംഗിൾ ഡേ. ഓക്കെ, ഓരോ നിമിഷവും ഓരോ ദിവസവും അവർ നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ വീണ് കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് തിങ്കിങ് അബൌട്ട് യു മേക്ക് മീ സ്മൈൽ. ഓക്കെ, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ മുഖത്ത് അല്ലെങ്കിൽ ഒരു പുഞ്ചിരി വിടരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ ഒരു സ്നേഹമാണത്. യു അക്സെപ്റ്റ് മീ ആൻഡ് ലവ് മീ ഫോർ ഹൂ ഐ ആം. ഓക്കെ, നിങ്ങൾ അവരെ സ്വീകരിച്ചു, അവരെങ്ങനെയാണോ അതുപോലെ തന്നെ അവരെ സ്വീകരിച്ചു, അവരെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അവർക്ക് എല്ലാ മനുഷ്യർക്കും ഓരോ കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. ആ കുറവുകളോടുകൂടി തന്നെ നിങ്ങൾ അവരെ സ്വീകരിച്ചു, അവരെ സ്നേഹിച്ചു എന്ന് അവർ മനസ്സിലാക്കുന്നു. There are countless more reasons to love you. ഓക്കെ, ഒത്തിരി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തിടത്തോളം കാരണങ്ങളുണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ. അത്രയ്ക്ക് കാരണങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ അവർക്കുണ്ട് എന്നാണ് അവർ പറയുന്നത്. യു ഗേവ് മീ മൈ പേഴ്സണൽ സ്പേസ് വെൻ ഐ നീഡ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ അവർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം അവർക്ക് വേണ്ട സമയങ്ങളിലെല്ലാം ഒരു പേഴ്സണൽ സ്പേസ് കൊടുത്തിരുന്നു. ഒത്തിരി കൺട്രോൾ ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ പോലെ നല്ല സ്പേസ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് എന്നാണ് പറയുന്നത്. യു ആർ ദ ബെസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. നിങ്ങളാണ് അവരുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്നാണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്.
യു ആർ ഓൾവേസ് വില്ലിംഗ് ടു ഹെൽപ്പ് മീ അക്കംപ്ലിഷ് മൈ ഗോൾസ്. ഓക്കെ, എപ്പോഴും നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നു, അവരുടെ ഒരു ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് അവർ ഈ ഒരു സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ജൂലൈ മന്ത് ആണ്. നമ്പർ 30, ലെറ്റർ സി. ജാനുവരി മന്ത്, റെഡ് കളർ, ലെറ്റർ എസ്. റെയിൻബോ കളർ, റെയിൻബോ സൈൻസ്. നിങ്ങൾ ഈ ഒരു സമയത്ത് റെയിൻബോ സൈൻസ് ഒക്കെ ഒത്തിരി കാണുന്നുണ്ടാകാം. അതൊരു മാറ്റത്തിന്റെ സൈനാണ് അത്. നെയിൽ പോളിഷ്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഹോണസ്റ്റ്, വളരെ സത്യസന്ധനായിട്ടുള്ള വ്യക്തിയായിരിക്കാം. നമ്പർ 33. ഓക്കെ, ക്രൈസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ഒത്തിരി ക്രൈസ് ഉള്ള വ്യക്തികളായിരിക്കാം. 2 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 1979 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. അതുപോലെ വൈറ്റ് കളർ ആയിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒത്തിരി ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. ഫോളോ ന്യൂ ട്രെൻഡ്സ്, ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 34. ഓക്കെ, അപ്പോൾ ഇത്ര ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.